ഹായ് ഗൈസ്, എല്ലാവർക്കും മച്ചൺ ടോക്സിലേക്ക് സ്വാഗതം. ഇപ്പോൾ കുറച്ചാളായി നമ്മൾ മച്ചൺ ടോക്സിലൂടെ കണ്ടിട്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് മുല്ലപ്പെരിയാർ ഡാമിനെ പറ്റിയാണ്, ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ പറ്റി, പിന്നെ എൻ്റെ ഒരു അഭിപ്രായം കൂടിയാണ് ഞാൻ ഈ ഇന്നത്തെ ടോപ്പിക്കിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം മുല്ലപ്പെരിയാർ ഡാം, അതിനെപ്പറ്റി പറയാൻ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഇത്രയും വർഷങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളെല്ലാം എന്നെപ്പോലെ തന്നെ എല്ലാവരും യൂട്യൂബിലൂടെയും അല്ലാതെ വാർത്തകളിലൂടെയും ന്യൂസിലൂടെയൊക്കെ നിങ്ങൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയൊക്കെ കാണുന്നതാണ്. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും, എടുത്ത് പറയേണ്ട കാര്യമില്ല. പക്ഷേ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഇതതിൻ്റെ പേരിൽ ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ഒരു ഷോർട്ടായിട്ട് പറയുന്നുണ്ട്. അപ്പം അതിനുശേഷം നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങളിലേക്ക് വരാം. അപ്പം മുല്ലപ്പെരിയാർ ഡാം ഇപ്പം വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷ് ഭരണ സമയത്ത് നിർമ്മിച്ച ഒരു ഡാം, നമ്മുടെ സ്വന്തം മുല്ലപ്പെരിയാർ ഡാം. അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നടന്ന കുറച്ച് കാര്യങ്ങളും ഒക്കെയാണ് ഞാനൊന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പം മദ്രാസ് പ്രവിശ്യയിലുള്ള കുറച്ച് ഡിസ്ട്രിക്റ്റുകൾ അന്നത്തെ കാലത്ത്, അതായത് ബ്രിട്ടീഷ് ഭരണകാലത്ത്, അപ്പം മദ്രാസ് പ്രവിശ്യയിലുള്ള കുറച്ച് സ്ഥലങ്ങളും കാര്യങ്ങളും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം വരൾച്ചയും കൃഷിനാശവും അങ്ങനെ പല പ്രശ്നങ്ങളും കുറേ മരണങ്ങളൊക്കെ ഉണ്ടായി. വലിയ ഒരു ബ്രിട്ടീഷ് അവർക്ക് തന്നെ ഒരു തലവേദനയായിരിക്കുന്ന ടൈമിലാണ് അതിനൊരു പരിഹാരം എന്ന് കാണണം എന്നുള്ള ഇത് വെച്ചുകൊണ്ടാണ് അപ്പം നമ്മുടെ മുല്ലപ്പെരിയാർ ഡാം ഡാമിലോട്ട് എത്തി നിൽക്കുന്നത്. അപ്പം നമ്മുടെ മുല്ലപ്പെരിയാർ ഡാം നിൽക്കുന്നത് പറയുന്നത് തിരുവിതാംകൂറിന്റെ സ്ഥലത്താണ്. അതായത് അന്നത്തെ തിരുവിതാംകൂർ രാജാവ് ഭരിച്ചിരുന്ന സമയത്തുള്ള സ്ഥലത്താണ് മുല്ലപ്പെരിയാർ ഡാം അവർ കെട്ടുന്നത്. ഈ മുല്ലപ്പെരിയാർ ഡാം ബ്രിട്ടീഷുകാരും കെട്ടുന്നത് തന്നെ വളരെ ഫോഴ്സ്ഫുള്ളായിട്ട് തിരുവിതാംകൂർ രാജാവിനെ വളരെ ഫോഴ്സ്ഫുള്ളായിട്ടാണ് നിർബന്ധിച്ച് കുറേ വർഷങ്ങളിൽ പലതരത്തിലുള്ള ഫോഴ്സ്, അതായത് എന്ന് പറയുന്നത് ആ സമയത്തെ പോലെ കരവും അങ്ങനെ പല കാര്യങ്ങളും പ്രഷറും കാര്യങ്ങളൊക്കെ കൊടുത്തതിൻ്റെ പേരിലാണ് ഇങ്ങനെ ഒരു കരാറ് ഒപ്പിട്ടത്, പാട്ടക്കരാറ് കൊടുത്തത്. അപ്പം അതിൻ്റെ പേരിലാണ് മുല്ലപ്പെരിയാർ ഡാം കെട്ടിയിരിക്കുന്നത്. മുല്ലപ്പെരിയാർ ഡാം കെട്ടിയിരിക്കുന്ന അന്നത്തെ ഒരു എഞ്ചിനീയർ, അതായത് ഈ മുല്ലപ്പെരിയാർ ഡാമിന്റെ സ്ട്രക്ചർ ആ സമയത്ത് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഡാം അത് എന്നുള്ള ഒരു ഖ്യാതിയും നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമിനുണ്ടായിരുന്നു, ചരിത്രം പറയുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ നോർമൽ ഡാമിനെക്കാട്ടി വ്യത്യസ്തമായ ഒരു ഡാമിന്റെ സ്ട്രക്ചറാണ് നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമിനുള്ളത്. അതായത് സാധാരണ ഒരു ഡാം എന്ന് പറയുന്ന ഒരു പുഴയുടെ ഒരു ലൈന് ബ്ലോക്ക് ചെയ്തിട്ടുള്ള ഡാം കിട്ടുന്നത്. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ ഇതിന് ബ്ലോക്ക് ചെയ്യുന്നതിന് പുറമെ സ്വാഭാവികമായ ആ ലൈനെ ബ്രേക്ക് ചെയ്ത് ഡീവിയേറ്റ് ചെയ്ത് വേറൊരു സ്ഥലത്തേക്ക് വിടുകയാണ്. അതായത് തമിഴ്നാട് മദ്രാസ് പ്രവിശ്യയിലേക്ക് വിടുകയാണ്. അപ്പോൾ അവിടെയുള്ളവർക്ക് വെള്ളം കിട്ടാനും കൃഷി ഒക്കെ നടത്താനും വേണ്ടി. ഇതിന്റെ ഇടയിൽ കൂടെ വേറൊരു പരിപാടി എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഭാഗം, അതായത് ഇത്രയും 6,800-7,000 ഏക്കർ അവരെ പാട്ടത്തിന് ആ കരാറിൽ ഉൾപ്പെടുത്തി അവരുടെ കൈവശം വെച്ച് നോക്കാന്നുള്ള രീതിയിൽ അത് ഉൾപ്പെടുത്തിയതിന്റെ റീസൺ എന്ന് പറയുന്നത് ആ സ്ഥലത്തെ അത്രയും ഏക്കർ സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ വളരെ വനഭൂമിയാണ്. അപ്പൊ അതില് വളരെ വനഭൂമിയും കുറെ മരങ്ങളും അതേപോലെ തന്നെ വലിയ വലിയ മരങ്ങളും അത് ധാതു സമ്പത്തുകളും എല്ലാം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ബ്രിട്ടീഷുകാർ അന്നത്ത് പാട്ടക്കരാർ എഴുതിയത്, അന്ന് രാജാവിനെ നിർബന്ധിച്ച് എഴുതിപ്പിച്ചത്. അപ്പൊ രണ്ട് രീതിയിലുള്ള ചതികളാണ് നടന്നേക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ എർത്തിന്റെ സ്ട്രക്ചർ, ഒരു പുഴയുടെ ഒരു ഒഴുക്കിന്റെ ഒരു സ്ട്രക്ചർ ഉണ്ട്, സ്വാഭാവികമായിട്ടുള്ള ഒരു സ്ട്രക്ചറിനെ ബ്രേക്ക് ചെയ്ത് അത് മാറ്റി ഡീവിയേറ്റ് ചെയ്ത് വേറൊരു രീതിയിലേക്ക് ഒഴുക്കി വിടുകയാണ്. അപ്പൊ അതിന്റെ ഒരു സ്ട്രക്ചർ, നമ്മുടെ ഒരു എർത്തിന്റെ സ്വാഭാവികമായ സ്ട്രക്ചറിനെയും ആ ഒരു ആവാസ വ്യവസ്ഥയും തകിടം മറിക്കുന്ന രീതിയിലുള്ള ഒരു സ്ട്രക്ചറാണ് നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമിനുള്ളത്. അതേപോലെ തന്നെ ബ്രിട്ടീഷുകാർ നമ്മുടെ ഈ പാട്ടക്കരാറിലൂടെ 17,000 ഏക്കർ ഭൂമിയിലുള്ള വനസമ്പത്തും എല്ലാം കൊള്ളയടിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. അതായത് ഒരേ സമയം നമ്മുടെ കേരള ജനതയെ പറ്റിച്ചുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ഒരു ആവാസ വ്യവസ്ഥയും കാര്യങ്ങളെയും അതേപോലെ തന്നെ വനഭൂമിയെ എല്ലാം കൊള്ളയടിക്കുകയും ചെയ്തു. അതേപോലെ തന്നെ ഇത് മദ്രാസ് പ്രവിശ്യയിൽ ഒഴുക്കി വിട്ട് അവിടെയുള്ള കൃഷി നടത്തി അവിടെയുള്ള ആ സമയത്തുള്ള കാര്യങ്ങളും സമ്പത്തുകളും എല്ലാം അവർ കൊള്ളയടിക്കുകയും ചെയ്തു. ഇതെല്ലാം അവർ കയറ്റുമതി ചെയ്യണം. അപ്പൊ അവരുടെ കൊള്ള ലാഭത്തിന് വേണ്ടിയാണ് ഈ ഓരോ പ്ലാനിങ് അവർ നടത്തിയിട്ടുള്ളത്. അങ്ങനെ അതിന്റെ ഫലമാണ് നമ്മുടെ മുല്ലപ്പെരിയാർ ഡാം അത് കെട്ടിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ സുർക്കി മിശ്രിതം വെച്ചിട്ടാണ് കെട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ കരാർ എന്ന് പറയുന്നത് 999 വർഷത്തേക്കാണ് ഇവർ ആദ്യം കരാർ ചെയ്യാതെ തിരുവിതാംകൂർ രാജാവിനെ കൊണ്ട് കരാർ അവർ എഴുതിപ്പിക്കുന്നത്. അപ്പൊ ഇതിന് ശേഷം നമ്മൾ 1960-70 ഇങ്ങനെ ഈ വർഷമൊക്കെ കൃത്യമായിട്ട് ഓർക്കുന്നില്ല, നമ്മുടെ മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ ആ കരാറ് പുതുക്കി എഴുതേണ്ട അവസ്ഥ, അതായത് ആ സമയം തീരുകയായിരുന്നു. പുതുക്കി എഴുതി അവരിത് കണക്ക് വീണ്ടും ഒരു 999 വർഷത്തേക്ക് എന്ന രീതിയിൽ പുതുക്കി എഴുതുകയാണ് ചെയ്തത്. അത് ഏറ്റവും വലിയൊരു മണ്ടത്തരമായിട്ടാണോ, എനിക്ക് മണ്ടത്തരമായിട്ടാണ് തോന്നുന്നത്. പിന്നെ ഇതിന്റെ പിന്നിൽ ഒരു രാഷ്ട്രീയ ലാഭമുണ്ട് എന്തോന്നും നമുക്ക് അറിയത്തില്ല. അപ്പൊ അത് കാണിച്ചൊരു മണ്ടത്തരമായിരുന്നു അത് പുതുക്കി എഴുതിയത്. അത് അവരുടെ സൈഡിൽ ഒരു സ്ട്രോങ് ഒരു കാരണമായി റീസണായി കരാറിൽ നിൽക്കുന്നതും അതുകൊണ്ടാണ്. അപ്പോൾ പിന്നീട്
ഇത് ഒരു അതായത് ഒരു നമ്മുടെ കേരള ജനതയ്ക്ക് ഒരു ഭീകരത സൃഷ്ടിക്കുന്ന രീതിയിൽ ഒരു ഭയപ്പെടുത്തുന്ന രീതിയിലേക്ക് ഇത് മാറി എന്ന് പറയുന്നത് തന്നെ വർഷങ്ങൾക്ക് മുമ്പേ ഇത് മാറിയതാണ്. അതായത് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഒരു പഴയ ഒരു ഡാം, ഇത്ര വർഷം പഴക്കമുണ്ട്, എത്ര വർഷം പഴക്കമുണ്ട് കൃത്യമായിട്ട് അറിയില്ല, പഴയ ഒരു ഡാം പൊട്ടിത്തകരുകയും കുറെ പേര് മരിക്കുകയും ചെയ്തു. അതേപോലെ തന്നെ ചൈനയിലാണ്, ജപ്പാനിലാണെന്നോ കൃത്യമായിട്ട് ഓർക്കുന്നില്ല, ചൈനയിലാണെന്ന് തോന്നുന്നു. അപ്പൊ അവിടെയും ഇതേപോലെ ഒരു ഡാം വരികയും 10,000-3000 പേര് മരിക്കുകയും ചെയ്തു. അത്രയും വർഷം പഴക്കമുള്ള ഒരു ഡാമാണ്. അതേ വർഷം പഴക്കമുള്ള ഡാമാണ് നമ്മുടെ മുല്ലപ്പെരിയാർ ഡാം. അതേപോലെ തന്നെ അതിന്റെ സ്ട്രക്ചറും കാര്യങ്ങളും അതേപോലെ തന്നെ സെയിം ആണ് നമ്മുടെ മുല്ലപ്പെരിയാർ ഡാം. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ഭീകരത, ഒരു ഭയാനകമായ ഒരു കേരള ജനതയുടെ മനസ്സിൽ അത് ഊട്ടി ഉറപ്പിക്കുന്നതിന് ഒരു കാരണമായി. പിന്നീട് നടന്ന ഉരുൾപൊട്ടലും അതേപോലെ തന്നെ പ്രളയവും ഇതൊക്കെ വന്നു തുടങ്ങിയപ്പോഴത്തേക്കും ഇത് കൂടുതൽ ഈ ഒരു ഭയം ആക്കം കൂട്ടുന്ന തരത്തിലേക്കും മാറുകയാണ് പിന്നീട് ചെയ്തത്. അപ്പൊ അതിന്റെ പേരിൽ പിന്നീട് കുറെ പ്രൊട്ടസ്റ്റും പിന്നെ അതേപോലെ ഗവൺമെന്റും കാര്യങ്ങളും എല്ലാം പ്രക്ഷോഭങ്ങളും കാര്യങ്ങളൊക്കെ ഇടപെട്ടതിന്റെ പേരിൽ അതായത് നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമിന്റെ വെള്ളത്തിന്റെ ആ അളവുണ്ട്, ആ അളവ് അത്ര അടിയിലേക്ക് താത്തി 135 അടിയിലേക്ക് നമ്മുടെ കേരള സർക്കാർ താക്കുകയും ചെയ്തു. അതായത് അതുവരെ അടി വരെ നമുക്ക് ഉയർത്താൻ പറ്റാതെ, അതിൽ കൂടുതൽ ഉയർത്താൻ പറ്റത്തില്ല, ഷട്ടർ ഓപ്പൺ ചെയ്ത് വിടും, ആ ഒരു അടിയിലേക്ക് താഴ്ത്തി കൊണ്ടുവന്നു. പക്ഷെ ഇത് കോടതി ഇടപെട്ട്, അതായത് നമ്മുടെ തമിഴ്നാട് അപ്പീൽ ചെയ്ത് അത് കോടതി ഇടപെട്ട് ചെക്ക് ചെയ്തപ്പം നമ്മുടെ കേരള സർക്കാരിന് അങ്ങനെ ഒരു അധികാരമില്ല, അത് മാറ്റിയതിന് ശേഷം കോടതി തന്നെ ഒരു കമ്മിറ്റി രൂപീകരിച്ച് അത് എക്സ്പേർട്ടും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് കമ്മിറ്റി രൂപീകരിച്ച് അത് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. അതിന്റെ ബലക്ഷയവും കാര്യങ്ങൾ എന്തൊക്കെയാണ് ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്യാൻ പറഞ്ഞു. അത് നോക്കിയിട്ട് റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ അവർ റിപ്പോർട്ട് കൊടുത്ത് അവര് എത്ര അടിയായി, 152 അടിയാക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. 152 അടിയാക്കുമ്പോഴത്തേക്കും അതിന്റെ ബലക്ഷയമല്ല, അതിന് കൂടുതൽ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് 152 അടിയാക്കാന്നുള്ള പ്ലാനിൽ അവർ റിപ്പോർട്ട് കൊടുത്ത് അതിന്റെ പ്രകാരം തമിഴ്നാട് ഗവൺമെന്റ് അതെല്ലാം ചെയ്തതിന് ശേഷം ഇത് 152 അടിയാക്കാന്ന് പറഞ്ഞു. അങ്ങനെ 145 അടി അങ്ങോട്ട് അവർ ഡിസൈഡ് ചെയ്ത് സുപ്രീം കോടതി ഉത്തരവ് ഇറക്കി. അപ്പൊ 155 അടി അങ്ങാണ്ടാണ് എൻ്റെ ഒരു ഹൈറ്റ് പറഞ്ഞേക്കുന്നത്. പക്ഷെ നമ്മുടെ കേരള ഗവൺമെന്റ് പറയുന്നത് തമിഴ്നാട് സർക്കാർ അത്ര പ്രോപ്പർ ആയിട്ടൊന്നുമല്ല അത് ചെയ്തേക്കുന്നത്, ഇപ്പൊ പിന്നെയും ഫോൾട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്, അത്രയും പറ്റത്തില്ലെന്ന് പറഞ്ഞ് പ്രശ്നം നടക്കുകയാണ്. പക്ഷെ കാര്യമൊന്നുമില്ല, കോടതിയുടെ ഉത്തരവാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെ തന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ വീണ്ടും നമ്മുടെ വയനാട്ടിലെ ലാൻഡ് സ്ലൈഡും ഈ പ്രളയവും കാര്യങ്ങളൊക്കെ വന്നപ്പോഴും ഇങ്ങനെ ഓരോ പ്രക്ഷോഭങ്ങൾ ഇതൊക്കെ വരുമ്പോഴത്തേക്കാണ് ആൾക്കാരുടെ മനസ്സിൽ വീണ്ടും ഒരു ഭയം വരികയും വീണ്ടും ഇത് വലിയ ചർച്ചയാവുകയും വാർത്തയാവുകയും ചെയ്യുന്നത്. അപ്പൊ അതിലൊന്നും കാര്യമില്ല. നമ്മളിവിടെ കിടന്ന് ഭയപ്പെട്ടിട്ടോ കരുതിട്ടൊന്നും കാര്യമില്ല. പ്രോപ്പറായിട്ട് ഒരു നടപടിയോ കാര്യങ്ങളാണ് വേണ്ടത്. അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുപ്രീം കോടതിയോ ഹൈക്കോടതി അപ്പൊ ഡയറക്റ്റ് എന്തെങ്കിലും ഒരു കമ്മിറ്റി, കോടതി ഇടപെട്ട ഒരു കമ്മിറ്റി രൂപീകരിക്കുക. അതായത് സെൻട്രൽ ഗവൺമെന്റിൽ നിന്നും നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് സർക്കാരിൽ നിന്ന്, തമിഴ്നാടിനും കേരള രണ്ടിൽ നിന്നും, പിന്നെ അതുപോലെ കോടതിയിൽ നിന്നും ഡയറക്റ്റും, പിന്നെ എക്സ്പേർട്ടുകൾ, അതായത് ഡാം എഞ്ചിനീയേഴ്സ്, അവർക്ക് എക്സ്പേർട്ടുകളും കാര്യങ്ങളും എക്സ്പീരിയൻസ് ഉള്ളവർ, അവർ ഒന്ന് ചെക്ക് ചെയ്ത് അവർ റിപ്പോർട്ട് കൊടുക്കുക. ഇത് ഡീകമ്മീഷൻ ചെയ്യണോ വേണ്ടയോ, അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഡീകമ്മീഷൻ ചെയ്ത് പുതിയ ഡാം കെട്ടിയിട്ട് അവർ മുമ്പ് ചെയ്ത പോലെ തന്നെ തമിഴ്നാടിന് ഇത്ര വെള്ളം കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പൊ അതാണ് വേണ്ടത്. അല്ലാതെ പകരം ചുമ്മാ കുറെ ഇന്റർവ്യൂവും കാര്യങ്ങളും, ഓരോ പ്രളയമോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ മാത്രം ഇതിങ്ങനെ കുത്തിപ്പൊക്കിക്കൊണ്ടുവരിക മീഡിയക്കാര്. അവർക്കൊന്നും കിട്ടിയില്ലെങ്കിൽ ഇതെല്ലാം കുത്തിപ്പൊക്കിക്കൊണ്ട് ആൾക്കാരെ പേടിപ്പിച്ച് ആകെ പ്രശ്നം ഉണ്ടാക്കി കുറെ ഇന്റർവ്യൂവും ഡിബേറ്റും ഒക്കെ നടത്തുക. അതെല്ലാം വേറെ കാര്യമൊന്നുമില്ല. ഇത് എന്തെങ്കിലും ഇതാവുകയാണെങ്കിൽ കോടതിയെ ഡയറക്റ്റ് ഇടപെടും, ഇതുപോലെ ചെക്ക് ചെയ്യും, അത് അവരുടെ അതിൻ്റെതായ നടപടി സ്വീകരിക്കുക. അതാണ് വേണ്ടത്. അല്ലാതെ ചുമ്മാ കിടന്ന് ടെൻഷൻ അടിച്ചിട്ടോ അല്ലെങ്കിൽ കിടന്ന് ഇങ്ങനെ സംസാരിച്ചിട്ടോ വേറെ ഗുണമൊന്നുമില്ല, വേറെ കാര്യമൊന്നുമില്ല അതിൽ. ഇവരൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ജനതയുടെ അല്ലെങ്കിൽ നമ്മുടെ പീപ്പിൾസിന്റെ ഇമോഷൻ വെച്ചിട്ടുള്ള, അവർക്ക് അവരുടേതായ ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ ഡിബേറ്റും ഇന്റർവ്യൂ ഒക്കെ ചെയ്യുന്നത്. അല്ല വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഓരോ സമയത്ത് മാത്രമേ ഉള്ളൂ. ഇതിന്റെ ഒപ്പം അല്ലെങ്കിൽ ഇതിൽ കുറച്ച് താഴെ പഴക്കമുള്ള ഇഷ്ടംപോലെ ഡാമുകൾ കേരളത്തിലുണ്ട്, അല്ലെങ്കിൽ ഇന്ത്യയിലുണ്ട്. ഇതിലും പഴക്കമുള്ള ഡാമുകളുണ്ട്. അവിടെ എങ്ങും ഈ ജനതയ്ക്ക് അല്ലെങ്കിൽ ആൾക്കാർക്ക് പേടിയൊന്നുമില്ല. പിന്നെ അതേപോലെ തന്നെ ഇതിലും ബലക്ഷയമുള്ള ഡാമുകളും ഉണ്ട്. പിന്നെ വരാനുള്ളതാണെങ്കിൽ എവിടെ നിന്നാലും വരും, ഏത് സൈഡിൽ നിന്നാണേലും വരും. അത് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. മാക്സിമം അതെന്താന്നുള്ള തടയാനുള്ള വഴികളാണ് നമ്മൾ ആലോചിക്കേണ്ടത്. പേടിച്ചിട്ടും കാര്യമില്ല. അപ്പം ഇതിനുള്ള കമ്മിറ്റി രൂപീകരിച്ച് എന്താണെന്ന് വെച്ചാൽ ചെയ്യുക. അത് പ്രോപ്പറായിട്ട് അതിൻ്റെ എത്ര അടി എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഡീകമ്മീഷൻ ചെയ്യുക, അല്ലെങ്കിൽ വേറെ ഡാം കഴിഞ്ഞിട്ട് മുമ്പ് ചെയ്തു പോകുന്നതല്ല തന്നെ അവർക്ക്. അപ്പം തമിഴ്നാട് സർക്കാരാണ് ഇതിനെതിരെ ഇരിക്കുന്നത്, ഡാമിനൊരു കുഴപ്പമില്ല, അതെല്ലാം റിപ്പോർട്ടൊക്കെ കൊടുത്തു. അപ്പം നമുക്ക് എന്തൊക്കെയായിരുന്നാലും നമ്മുടെ ആൾക്കാർ തന്നെ അതിൻ്റെ താഴെ ജീവിക്കുന്നത്. പക്ഷെ പൊതുവെ സംസാരിച്ച് വരുമ്പോഴത്തേക്ക് അവർക്ക് അവരാരും മൈൻഡ് ചെയ്യാറില്ല. അവർ ഈ ഡിബേറ്റും കാണാറില്ല, അവർ ഈ യൂട്യൂബിലെ പ്രശ്നങ്ങളും കാണാറില്ല, വാർത്തകളിലെ പ്രശ്നങ്ങളും കാണാറില്ല. മിക്കവരും കൂളായിട്ടൊക്കെയാണ് നടക്കുന്നത്. കാര്യം അവർ കേട്ട് തന്നെ ഇപ്പം അടുത്ത മട്ട
ഓരോ വർഷവും ഇതണക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരും, ഇത് പൊക്കിക്കൊണ്ട് വരും, കുറേ ഡിബേറ്റ് നടത്തും, കാര്യങ്ങൾ ഒരു 2-3 ദിവസം കഴിയും, കാര്യം കഴിയും, പോകും. ഇതേ നടക്കുന്നു. ഇതിലൊന്നും ഒരു കാര്യമില്ല. വന്നെന്ന് പറഞ്ഞിട്ട് കാര്യവുമില്ല. അപ്പോൾ എന്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ തന്നെ പ്രോപ്പറായിട്ടുള്ള തീരുമാനങ്ങളും കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അപ്പോൾ അത് നടക്കട്ടെ. എന്തായാലും ആളുകളുടെ ജീവനാണ് വലുത്, ഓരോരോ നിർമ്മാണവും നിർമ്മിതിയും നല്ല വലുത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കട്ടെ. അപ്പോൾ ഇതേപോലുള്ള ടോപ്പിക്കുകളായിട്ട് ഇനിയും മച്ചാൻ ടോക്സിലൂടെ ഞാൻ വരുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കാം. അത് നെഗറ്റീവ് ആവട്ടെ പോസിറ്റീവ് ആവട്ടെ എന്താണെങ്കിലും നിങ്ങൾക്ക് കമൻസിലൂടെ അറിയിക്കാവുന്നതാണ്. എന്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളും പറയാം. അതേപോലെ എന്തെങ്കിലും എല്ലാവർക്കും ഒരേ അറിവാവണമെന്നില്ല, എനിക്ക് എല്ലാ അറിവുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ എനിക്കിതിൽ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് തുറന്നു പറയാം കമൻസിലൂടെ. പിന്നെ അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം അടുത്ത ടോപ്പിക്കായിട്ട് വരുന്നതായിരിക്കും മച്ചാൻ ടോക്സിലൂടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് വീഡിയോസ് ഇരിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്.